അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ പുറത്ത് പോയെന്ന് പറഞ്ഞാൽ നല്ലോണം വിശക്കുന്നു ഗ്യാസ്. സാലറി കിട്ടിയില്ല. സാലറി കിട്ടാണ്ട് അലഞ്ഞ് കയ്യിൽ പൈസ ഇല്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. കുറേ ഫസ്റ്റ് ടൈം ജോബിൽ കയറി ആകുമ്പോൾ കറക്റ്റ് സമയത്ത് സാലറി തരത്തില്ല തെണ്ടികൾ. അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ലോണം വിശന്നു. കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ഞാനപ്പോൾ എൻ്റെ കാമുകൻ്റെ അടുത്ത് ചോദിച്ചു. ബട്ട് ഹേ സോ സ്വീറ്റ്, അവൻ എനിക്ക് തന്നു. ഞാനപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ തിരിച്ച്. ഫുഡ് ഞാൻ സത്യം പറഞ്ഞാണല്ലോ, ഞാൻ എല്ലായിടത്തും പോവും, പക്ഷേ ഡിഫറെൻ്റായിട്ട് ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ എന്ന് കറങ്ങി തിരിഞ്ഞ് വന്നാലും ബിരിയാണി അവിടെ വരത്തുള്ളൂ. നല്ല രസമുണ്ടല്ലേ. ആ ബാക്കിൽ എൻ്റെ ഫേസ് മാത്രമേ പോസ്റ്റ് ബാക്ക് കണ്ടോ. അപ്പോൾ ബിരിയാണി കഴിച്ചു. വയറെന്ന് പറഞ്ഞാൽ ഇച്ചിരി കഴിച്ചുള്ളൂ ഗൈസ്. ബിരിയാണി ഞാൻ കുറച്ച് കൂടുതൽ കഴിക്കുന്ന, പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ അതെല്ലാം കഴിച്ചുകൊണ്ടായിരിക്കും ഫുഡ് കഴിക്കാനൊന്നും സ്പേസ് ഇല്ലായിരുന്നു. ഭയങ്കരമായിട്ട് വിശന്നാ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇരുട്ടായി കഴിച്ചപ്പോൾ. അവിടെ എത്തിയപ്പോഴത്തേക്കും വിശന്നില്ല. ഇച്ചിരി കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ഇഷ്ടപ്പെട്ടു ബിരിയാണി. നല്ല രസമുണ്ടായിരുന്നു ബിരിയാണി, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഹായ് ചന്ദ്രൻ കഴിച്ച് ചന്ദ്രനെ കണ്ടു. ഹായ്, നല്ല രസമല്ലേ ചന്ദ്രൻ സൂപ്പറായിട്ടുണ്ടല്ലേ. ചന്ദ്രൻ്റെ വെട്ടം കാണേണ്ട ഫേസ് മൊത്തം. ഞാനിപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ ഹോസ്റ്റലിന് അവിടെ എത്താറായി ഗൈസ്. അപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വരാം. പിന്നെ അടുത്ത ദിവസം വരുന്നതിനും കണ്ടു. ഞാൻ അത് താമസിക്കുകയാണെങ്കിൽ എന്തൊക്കെ പൂട്ടിയിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. ഹോസ്റ്റൽ റൂംസ് ഒന്നും കുഴപ്പമില്ല. ബട്ട് അറിയില്ല, സംതിങ് ഞാൻ തോന്നുന്നു ഫുൾ ഇരുട്ടാണ് ഗൈസ്. ആരുമില്ല ഈ സ്ഥലത്ത്. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. ഒറ്റ കുഞ്ഞുങ്ങളില്ല. നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ കാണാൻ. പൂക്കളൊക്കെ ഗൈസ് കണ്ടോ, ഭയങ്കര പൂക്കളെല്ലാം നല്ല രസമുണ്ട്. വീടിൻ്റെ വാതിക്കൽ നല്ല ഫോക്കസ് ചെയ്യാൻ വിചാരിക്കും. ഓക്കെ, ഞാൻ വീടെത്തി. ബൈ, ഗുഡ് നൈറ്റ്.